എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 10:15 നമുക്ക് സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് വലിയ ടൈമൊന്നും അത് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ലോങ് ടൈമായി പോകും. ചെറിയ ടൈം ഫ്രെയിമിൽ തീർക്കാൻ പറ്റുന്നത് ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ടേ ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് പറയത്തുള്ളൂ. അപ്പോൾ എനിവേ 10:15 നമുക്ക് സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത് ഇവിടെ നിന്ന് മാർക്കറ്റ് എൻട്രി എടുത്തത് ലോവിലേക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് ലോസായി കാണില്ലേ, അപ്പോൾ അത് നിങ്ങൾ എങ്ങനെ റിക്കവർ ചെയ്തോ ഇല്ലയോ എന്നൊക്കെ പലർക്കും സംശയങ്ങളുണ്ടാവാം. അപ്പോൾ ആ റിക്കവറേഷനാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ 195 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആട്ടോ. ആ റെസിസ്റ്റൻ്റ് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് നല്ല മൂവ്മെൻ്റൊക്കെ മുകളിലോട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൽ പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ചും കൂടെ വ്യക്തമായിട്ട് ക്ലാരിഫൈ ആവണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇൻഡെക്സ് ചാർട്ടിലേക്ക് പോകേണ്ടി വരും. ഇൻഡെക്സ് ചാർട്ടിൽ 15 മിനിറ്റ്സിൽ 404, അപ്പോൾ അത് പിന്നെ എടുക്കാം. മാർക്കറ്റ് എവിടെ എത്തി? 195. കാരണം ഇൻഡെക്സ് ചാർട്ടിൽ 23,250 എന്നുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻറ്റിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് ഹൈ വോളിയത്തോടു കൂടി മാർക്കറ്റ് മൂവ് ചെയ്താൽ 23,385 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. അപ്പോൾ ഈ 195 എന്നുള്ളത് നിസ്സാരക്കാരനല്ല സ്ട്രൈക്കിനെ സംബന്ധിച്ച്. കാരണം ഇൻഡെക്സ് ചാർട്ടിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 23,250 അത് കാണിക്കാനായിട്ട് പറ്റായികയുണ്ടായിട്ടല്ല, പക്ഷെ അത് ഓപ്പൺ ആവുന്നില്ല. അത് പിന്നീട് കാണിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വ്യക്തമായിട്ടത് കാണിക്കാമായിരുന്നു. ഈ സമയത്ത് പിന്നെ നമ്മുടെ തേർഡ് ചാർട്ട് എടുത്ത് കൊണ്ടുവരേണ്ടി വരും. അത് ഇത്തിരി റിസ്ക്കാണ്. അപ്പോൾ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ 195 എന്നുള്ള ലെവല് ഇൻഡെക്സിന് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അത് ബ്രേക്ക് ചെയ്താൽ ചിലപ്പോൾ ഹൈ വോളിയത്തിലായിരിക്കും മാർക്കറ്റ് സിംഗിൾ ക്യാൻഡിലിൽ 210 വരെയൊക്കെ പോകുന്നു. 10-20 പോയിൻ്റൊക്കെ ചിലപ്പോൾ ഹൈ വോളിയത്തിൽ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇവിടെ. കാരണം അത്ര സ്ട്രോങ് ആണ്. അപ്പോൾ ഹൈ വോളിയം ജനറേറ്റ് ചെയ്താൽ പറന്നായിരിക്കും മാർക്കറ്റ് പോകുന്നതെന്ന് വെച്ചാൽ, അപ്പാണെങ്കിലും ഡൗൺ ആണെങ്കിലും ഹൈ വോളിയം മൂവ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ആദ്യം വന്ന് മാർക്കറ്റ് റിജക്റ്റ് ആവുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 207 ആയിരിക്കും. ആ 207 മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാലാണ് പിന്നെ 230 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അത്ര സ്ട്രോങ് ആണ് ഈ ഒരു 195 എന്നുള്ള ഏരിയ. ഒന്നെങ്കിൽ 295 ബ്രേക്ക് ചെയ്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു റീടെസ്റ്റ് വരാം, അല്ലെങ്കിൽ ഹൈ വോളിയം വരാം. അപ്പോൾ എന്തായാലും 195 ബ്രേക്ക് ചെയ്ത ഹൈ വോളിയം വരും എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നിസ്സാരക്കാരനല്ല 195. അപ്പോൾ റെഡ് വന്നു എന്ന് വെച്ചിട്ട് ഒരിക്കലും ഡൗൺ ആവണമെന്നില്ല കേട്ടോ. കാരണം മേളിലോട്ട് കുതിക്കാൻ വേണ്ടി ചിലപ്പോൾ താഴത്തോട്ട് വരാം. കുറേ നാളായിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല. ഇന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പോൾ ഈ ഡൗൺ, അതായത് 195 ബ്രേക്ക് ചെയ്ത് വോളിയം കീപ്പ് ചെയ്യുമ്പോൾ പി വന്നിട്ട് ആദ്യത്തെ റിജക്ഷൻ എടുക്കാനുള്ള ഏരിയ 217. ആ 217 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് പി ഡൗൺ ആവത്തുള്ളൂ. അതനുസരിച്ചിട്ട് സി മൂവ് ആവത്തുള്ളൂ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നൊരു സ്പേസ് 195 ബ്രേക്ക് ചെയ്താൽ ഒരു മൂവ് കിട്ടിയാൽ 207 വരെയുള്ളൊരു മൂവ് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എൻട്രി പ്രൈസ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എടുത്ത എൻട്രി പ്രൈസ് എന്ന് വെച്ചാൽ 220 ആയിരുന്നു.
ഇപ്പോൾ 220ൻ്റെ തൊട്ട് താഴെ ഒരു 210 വന്നാൽ 7 പോയിൻറ്റിൻ്റെ വ്യത്യാസമാണ് നമ്മുടെ രാവിലത്തെ എൻട്രിയും ഇതും തമ്മിലുള്ളത്. മാർക്കറ്റ് ആർക്കട്ട് പണി കൊടുക്കണമെന്ന് ആലോചിച്ചിട്ടാണ് നിൽക്കുന്നത്. സിക്കാർക്കട്ട് പണി കൊടുക്കണോ പിക്കാർക്കട്ട് പണി കൊടുക്കണോ എന്ന് ആലോചിച്ചിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ RSI സിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണമാണ് നമ്മളൊരു സിയിലേക്കുള്ള ഒരു ബ്രേക്കൗട്ട് ഫോക്കസ് ചെയ്യുന്നതിൻ്റെ റീസൺ. അത് ചെറിയ വോളിയം അല്ല, ഹൈ വോളിയത്തിൽ. ലോവർ വിക്ക് വന്നിട്ടില്ല, വോളിയം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു സ്മൂത്തായിട്ടുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞ് 207 കൊണ്ട് നിർത്തായിരുന്നു. കാരണം പിയുടെ ഹയർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ബ്രേക്കൗട്ട് ആയി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല, എങ്കിലും നമുക്ക് ഒന്ന് നോക്കാം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പിയുടെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, അതൊരു മൈനസാണ്. എന്നാലും നമുക്ക് 216 ഭാഗത്തേക്ക് വരുന്നുള്ളൂ. പക്ഷെ വോളിയം കയറുന്നില്ല, കാരണം ഇവിടെ റെഡാണ്, ഇപ്പുറത്തും റെഡാണ്. വോളിയം കയറുന്നില്ല പിയിൽ, കാരണം പിയുടെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ കൂടെ നമുക്കൊന്ന് നോക്കേണ്ടി വരും. അപ്പോൾ ഒരു ക്യാൻഡിൽ ബ്രേക്കൗട്ടാണോ, ആ ബ്രേക്കൗട്ട് ജെനുവിൻ ആണോ ഇല്ലയോ എന്നാണ് വളരെ കൃത്യമായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റിയത്. കാരണം ഇവിടെ ചെറിയൊരു ഫ്ലക്ച്വേഷൻസിൽ ബ്രേക്കൗട്ടായി, പക്ഷേ പിയുടെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തതുകൊണ്ട് ചെറിയൊരു റിവേഴ്സൽ നമ്മൾ പ്രതീക്ഷിച്ചു. ഇനി ഒരു തവണ കൂടെ 195 ബ്രേക്ക് ചെയ്താൽ മേ ബി പോയേക്കാം. അപ്പോൾ ഇത് ഈ റെഡ് ക്യാൻഡിൽ മേളിലോട്ട് കുതിക്കുന്നതിന് മുമ്പ് താഴത്തോട്ടാണോ എന്ന് ഇനി ആ 195 ബ്രേക്ക് ചെയ്താലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെങ്ങനെ മനസ്സിലായി 195 ഫാൾസ് ആണോ ജെനുവിൻ ആണോ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ പിയുടെ ക്യാൻഡിൽ വെച്ചിട്ടാണ് അനലൈസ് ചെയ്തത്. അപ്പോൾ പൊതുവേ ഒരു വോളിയം വരുമെന്ന് പറയുമ്പോൾ 195 കയറിയിരിക്കാം, പക്ഷേ പിയിലത്തെ ക്യാൻഡലിൻ്റെ ഹയർ വിക്ക് വരാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നമുക്ക് എത്തിയത്. എന്ന് വെച്ച് ഇത് വോളിയം ജനറേറ്റ് ചെയ്യാൻ താഴത്തോട്ട് വന്നതാണോ ഇല്ലയോ എന്ന് മാത്രമാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ 195, 197. അപ്പോൾ നമുക്ക് വേറൊരു കാര്യം അവിടെ ചെയ്യാനുള്ളത്, പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവാം, മേ ബി ഞാനിവിടെ ഒരു എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ എൻട്രി ഞാൻ എവിടെ കൊണ്ട് വെച്ച് ഒളിപ്പിച്ചു എന്നൊക്കെ ആൾക്കാർക്കൊരു ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പം അത് വഴിയെ നമുക്ക് നോക്കാം ഏത് രീതിയിലാണ് നിൽക്കണമെന്നുള്ള കാര്യങ്ങൾ. എന്നിരുന്നാലും അതിൻ്റെ ലോസൊക്കെ ഓൾമോസ്റ്റ് റിക്കവർ ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് പോയാലും നമുക്ക് വലിയ വിഷയങ്ങളൊന്നും വരാനില്ല. ആ ബ്രേക്കൗട്ടിന് വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല. ആയുസ് ഉണ്ടാവാത്ത റീസൺ വേറൊന്നുമല്ല, ഇവിടെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വൈറ്റ് ഡോട്ട് ഒരു ഇത്തിരി തടസ്സമായിട്ട് നിൽക്കുകയാണ്. അതായത് 217 ഒരു സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പലരും 194 ബ്രേക്ക് ചെയ്യുമ്പോൾ അത് മുകളിലോട്ട് പോകും എന്നുള്ള എൻട്രിയൊക്കെ പ്ലാൻ ചെയ്യും. പക്ഷേ ആ എൻട്രിയുടെ വാല്യൂ എന്തുകൊണ്ട് 197 വരെ പോയുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈറ്റ് ഡോട്ട് നിസാരക്കാരനല്ല, അവിടെ ആദ്യത്തെ റെസ്പെക്റ്റ് മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. അത് അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ അതൊന്ന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സിമ്പിളായിട്ട് 207 പോകും. കാരണം ഇവിടെ വൈറ്റ് ഡോട്ട് ടാലി ആയിട്ടുണ്ട്, ഇപ്പുറത്ത് വൈറ്റ് ഡോട്ട് ടാലി ആവണമെങ്കിൽ 207 വരെ പോകണം. അപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ റീസൺ ഇവിടെ വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. 217 ആദ്യത്തെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ദെൻ ആ സപ്പോർട്ട് മാർക്കറ്റ് ഒന്നും കൂടെ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ നമ്മുടെ ക്യാൻഡിൽ 207 പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനും വെയിറ്റ് ചെയ്യണം. കാരണം ഇവിടെ എടുത്തൊരു എൻട്രി എൻ്റെ അടുത്ത് ആവറേജ് ചെയ്ത് കിടപ്പുണ്ട്, അതൊരു 207 കൊടുക്കാമല്ലോ, അത്യാവശ്യം ലോസ് റിക്കവറാക്കി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ എങ്ങനെയെങ്കിലും ഇതിനൊന്ന് 207 കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഒട്ട് വരുന്നുമില്ല. കാരണം രാവിലെ പിയിൽ പ്രോഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, പക്ഷേ രാവിലെ സിയിലെ ലോസ് കുറച്ചെങ്കിലും റിക്കവർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്.
അത് 217-16 താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കിത് ഉദ്ദേശ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഈ ഒരു വൈറ്റ് ഡോട്ട് ഇത്തിരി ഡേഞ്ചറാണ്. അത് താഴത്തോട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ സിയുടെ മൂവ്മെൻ്റ് ആയിരിക്കും മുകളിലോട്ട് പോകണേ. ഇവിടെ ആൾക്കാരെ ട്രാപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ SMA സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോവോ എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. പിന്നെ RSIയിൽ ചെറിയൊരു മടക്കും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് നേരം ഇത് ഹോൾഡ് ചെയ്ത് വെക്കലും ഡേഞ്ചറസ് ആണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ പലരും ചോദിച്ച ചോദ്യമാണ് RSI എന്തായി ആവറേജ് ചെയ്തത്. ഏകദേശം ഒരു 5000-ൻ്റെ അടുത്ത് വന്നതാണ്. അത് കോസ്റ്റ് ടു കോസ്റ്റിലേക്കോ ഇല്ലോ ഇട്ട് ട്രെയിൽ ചെയ്ത് വെക്കൽ നടക്കുന്നുള്ളൂ. അപ്പം നല്ല രീതിയിൽ ലോസിലേക്ക് പോയത് ആവറേജ് ചെയ്ത് തിരിച്ച് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് പാർട്ട് 2 വീഡിയോ ഞാൻ എടുത്തിടാം. പലരും ലോസിൻ്റെ കാര്യങ്ങളൊക്കെ പലതും എന്തായി എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതാ 170-ൻ്റെ ഭാഗത്തു നിന്നാണ് ഞാൻ കുറച്ച് കൂടുതൽ ലോട്ടിട്ട് ആവറേജ് ചെയ്തത് തിരിച്ചു കൊണ്ടുവന്നത്. പക്ഷെ ഒരു പരിധിക്കുള്ളത് വെച്ചോണ്ടിരിക്കാനും പറ്റില്ല. അപ്പം അത് ചെറിയ രീതിയിൽ നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിക്കവർ ചെയ്ത് കൊണ്ടുവന്ന വെറുതെ വേസ്റ്റായി പോകും. മാക്സിമം കയറ്റി അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും നഷ്ടം വരില്ല, ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് ഇതൊരു ഒറ്റയടിക്ക് 207-ലേക്ക് പോകത്തുള്ളൂ, അല്ലാതെ പോകത്തില്ല. വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ലെവലാണിത്. അപ്പോൾ സിയിൽ അവിടെ കിടക്കട്ടെ എന്ന് ഞാൻ രാവിലെ പറഞ്ഞു. പിയിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാമെന്നും പറഞ്ഞു. അപ്പോൾ ഏകദേശം എന്തായി, ഏകദേശമൊക്കെ നമുക്ക് ടാലി ആയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് 199 ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്, 198. അപ്പോൾ നമ്മൾ സിയിൽ 170-ൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗൺ ഇട്ട് പോയാൽ മാത്രമാണ് അത് ഡൗൺ ആയിട്ട് നമ്മൾ കണക്കാക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് RSIയുടെ ക്രോസ് ഓവർ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് മാർക്കറ്റ് ഇപ്പോൾ മൂവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കണേ. അടുത്ത ക്യാൻഡിലും കൂടെ നമുക്കൊന്ന് നോക്കണം. അടുത്ത ക്യാൻഡിൽ ഇത് പിൻബാർ ആയിട്ടോ ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ടോ ഫോം ചെയ്താൽ മാത്രമേ പ്രോബ്ലം ആവുള്ളൂ. ഇല്ലെങ്കിൽ അത് താഴത്തോട്ട് കണ്ടിന്യൂ ചെയ്ത് വന്നു കഴിഞ്ഞാൽ 197-ലേക്കോ 179-ലേക്കോ മാർക്കറ്റ് ഫാൾ ആവണം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ആ ഒരു റിവേഴ്സൽ ഡ്യൂട്ടി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ക്ലോസ് ചെയ്യാണ്. ബാക്കി വ്യൂ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി മാർക്കറ്റ് 207-ലേക്ക് എത്തണമെങ്കിൽ എത്താനുള്ള ചാൻസ് ഉണ്ടെന്ന് ഓൾറെഡി നമുക്കറിയാം. കാരണം വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഇത്തിരി ക്രൂഷ്യൽ ക്യാൻഡിലാണ്. അപ്പോൾ അത് ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് 230-ന് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ പി മൂവ് ചെയ്യും. നേരെ മറിച്ച് ഇത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 207 ഭാഗത്തേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു സേഫ് സോൺ ആണെന്ന് മനസ്സിലാക്കി ഞാൻ ആവറേജ് ചെയ്തത്. അവിടെ എക്സിറ്റായി സേഫ് ആയതിൻ്റെ റീസൺ. കാരണം 207 ഭാഗത്തേക്ക് പോകുമെന്ന് എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാമെങ്കിലും നമ്മൾ വെറുതെ അവിടെ കിടന്ന് ഫ്ലക്ച്വേഷൻ ചെയ്യേണ്ട കാര്യങ്ങളില്ലല്ലോ. നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു ഡെയിലി റൊട്ടീൻ എടുത്ത് മാറാമല്ലോ എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മളവിടെ അത് എക്സിറ്റ് ചെയ്തതിൻ്റെ റീസൺ. അപ്പോൾ ഇതാണ് പാർട്ട് 2-ൻ്റെ വീഡിയോയിൽ ഞാൻ വെയിറ്റ് ചെയ്ത് കാണിക്കാം എന്ന് പറഞ്ഞതിൻ്റെ റീസൺ. കാരണം ഞാനത് അത്രയും ലോസ് താഴത്തോട്ട് കൊണ്ടുപോകുന്നത് നിലവിൽ കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവറേജ് ചെയ്യാനുള്ള ഫണ്ട് ഇല്ലാത്ത ആളുകൾ എന്ത് ചെയ്യും, പിയിലേക്കുള്ള ആ ഒരു ഡയറക്ഷണൽ മൂവ് ആരും കോൺസെൻട്രേഷൻ ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് സെക്കൻഡ് സ്ക്രീനിലേക്ക് മാറ്റി യഥാർത്ഥ മൂവ് പറഞ്ഞു. അതിനുശേഷം പിയുടെ മൂവ് നമ്മൾ ഈ ഒരു ഭാഗത്ത് എൻട്രി എടുത്തിട്ട്, ഇപ്പോൾ നോർമലി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് 165 വരെ വരുമെന്ന്, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഏകദേശം 165 വരെ വരും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് ഇടൽ നടക്കുകയില്ല. 170-ന് താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ താഴത്തോട്ട് പോയാൽ മാത്രമേ നമുക്ക് ഡൗൺ ആവത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം മാർക്കറ്റ് സിയിലായിരിക്കും. RSI പിയിൽ ക്രോസ് ഓവർ ആവുന്നത് വരെ നമുക്ക് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊരു സേഫ് സോണാണ്. ഇപ്പോൾ ഉള്ളതൊരു സേഫ് സോണാണ്. ഇവിടെ ഇറങ്ങാം, അല്ലെങ്കിൽ കയറ്റി വെക്കാം, ട്രെയിൽ ചെയ്ത് വെക്കാം. ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത്
230 മേളിലോട്ട് പോയി കഴിഞ്ഞാൽ 238 വരെ ആദ്യം വരും. 230 മുതൽ 35 38 വരെ വരും. അല്ലാതെ നമുക്ക് പിയിലേക്ക് നോക്കാൻ പറ്റില്ല. ഇപ്പോഴും ക്രോസ് ഓവർ ഒന്നും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. വളരെ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും മാർക്കറ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന 207 അങ്ങോട്ട് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുമെന്ന് അറിയാം, അല്ലെങ്കിൽ ഇവിടെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ ഈ കിടന്നിട്ട് റെഡിൻ്റെ ഒപ്പം നമ്മുടെ മനസ്സ് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിവിടെ സേഫ് ആക്കിയത്. കാരണം RSI തിരിച്ച് ക്രോസ് ഓവർ സിയുടെ അല്ല പിയുടെ ഭാഗത്തേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്. പക്ഷെ അത് ക്രോസ് ഓവർ കിട്ടി റെഡിലേക്ക് കൊണ്ട് കയറിയാൽ മാത്രമാണ് നമുക്ക് കൺഫേം പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 225 ബ്രേക്ക് ചെയ്താൽ മാത്രമേ PE 235 234 ഭാഗത്തേക്കുള്ള റെസിസ്റ്റൻറ്റിന് പോകത്തുള്ളൂ. പിന്നെ അവിടെ നിന്ന് മാക്സിമം പോയി കഴിഞ്ഞാൽ 247 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അത് ഡിപ്പെൻസ് അപ്പോൾ ഈ കൺസോൾട്ടേഷൻ ഏരിയനെ ബേസ് ചെയ്തിട്ടിരിക്കും. RSI ക്രോസ് ഓവർ വന്നിട്ടില്ല, അത് റെഡിലേക്ക് എത്തിയിട്ടില്ല. മുമ്പ് പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ എടുക്കുമായിരുന്നു. പക്ഷെ അത് ഒന്ന് മുകളിലോട്ട് പോയിട്ട് തിരിച്ച് താഴത്തോട്ട് വരും. അതേ പിന്നെ നല്ല രീതിയിലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടൊക്കെ മാത്രമാണ് നമ്മളൊരു എൻട്രിക്ക് പ്ലാൻ ചെയ്യാറായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. ഇത് പക്ക കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ ഒന്നെങ്കിൽ അത് 186.52 SMA അതിൻ്റെ താഴെയോ ബഫർ സോണോ ആ ഒരു ലെവലൊക്കെ ഇട്ട് ഒരു പിൻബാർ പോലെയൊക്കെ വന്ന് മാർക്കറ്റ് റിവേഴ്സ് ആയാൽ അഗെയിൻ സിയിലേക്ക് പോകത്തുള്ളൂ. ഇപ്പോഴും മാർക്കറ്റ് സി സൈഡ് തന്നെയാണ്. പിയിലേക്ക് ആയി എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഉറപ്പിച്ച് പറയാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 257 ബ്രേക്ക് ചെയ്ത് മൂവ് ചെയ്താൽ മാത്രമാണ് പി ഒരു സേഫ് മൂവിലേക്കായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഇങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയും മുട്ടിയും ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ക്രോസ് ഓവർ ലെവലിലേക്ക് വരുന്നതേ ഉള്ളൂ പി. അപ്പോൾ ഈ ടോപ്പിൽ 300 കൊടുത്ത സാധനമാണ് നമ്മൾ താഴത്തോട്ട് എന്ത് ചെയ്തേ ആവറേജ് ചെയ്ത് പ്രോഫിറ്റാക്കി എടുത്തത്. അപ്പോൾ 186 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി, അത് ഡൗൺ ആയി. 176 കഴിഞ്ഞ് വരണം ഡൗൺ ആവണമെങ്കിൽ. ഒരു വലിയ റെഡ് വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഒരു ഡൗണോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ വന്നു എന്ന് വിചാരിച്ചിട്ട് അതൊരിക്കലും ഒരു സി ആയിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ 220 235 34 ഒരു രജിസ്ട്രേഷൻ പോയിന്റ്. RSI ക്രോസ് ഓവറിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഇത് റെഡായിട്ടൊന്നും എൻ്റെ മനസ്സിലിപ്പോൾ ഞാനൊരു 170 എടുത്തു ലോങ് ഹോൾഡ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ റെഡൊന്നും ഞാനൊരു റെഡായിട്ടൊന്നും കണക്ക് കൂട്ടില്ല. കാരണം RSIയിൽ ക്രോസ് ഓവർ കിട്ടണം. എന്നെ സംബന്ധിച്ച് ക്രോസ് ഓവർ കിട്ടണം. മാർക്കറ്റ് 235 മുകളിൽ ക്ലോസ് ചെയ്യണം. ദെൻ 248 457 കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിലൊരു മൂവ്മെൻ്റ് ആയി എന്നൊക്കെ നമുക്ക് കരുതാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊരിപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ട് വിത്ത് റീടെസ്റ്റ് എന്നൊക്കെ ഒരു കൺസെപ്റ്റിലേക്കാണോ പോകണമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു എന്താ പറയണ്ടേ, അപ്പോൾ ഞാനിവിടെ കറക്ഷനായി അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് ഡോട്ട് കണ്ടു, ആ ഡോട്ടിൽ ഞാനത് എക്സിറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് അത്രയും കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്ത് ഇറങ്ങാൻ പറ്റിയത്. നേരെ മറിച്ച് 207 പോവില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ റെഡൊക്കെ കണ്ട് നമ്മൾ വെറുതെ പാനിക്കാവേണ്ട ഒരു സിറ്റുവേഷൻ അവിടെ ഒഴിവാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു ഈ റെഡ് SMA താഴെ ക്യാൻഡിൽ ക്ലോസ് ആവണം. അതിനോടൊപ്പം തന്നെ ഇവിടെ പിയിൽ അതിൻ്റേതായിട്ടുള്ള മൂവ് കിട്ടിയാൽ മാത്രമാണ് നമുക്കത് കൺഫേം മൂവ് ആണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആൾക്കാരെ ട്രാപ്പിലാക്കും നല്ല രീതിയിൽ. അപ്പോൾ ആ ട്രാപ്പിൽ നിന്ന് നമ്മൾ ഒഴിവായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ രാവിലെ ഓൾറെഡി പറഞ്ഞു ക്യാൻഡിലിൻ്റെ ക്ലോസിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ ദിവസം ഒരു സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് ഒരു ക്യാൻഡിലോ അല്ലെങ്കിൽ ലൈനോ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 8ൻ്റെ പണി കിട്ടും. മാർക്കറ്റ് അത് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു പോകും. എനിവേ നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. ഈ ക്രോസ് ഓവർ റെഡിലേക്ക് കയറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ റെഡൊന്നും ഒരു റെഡല്ല. ആ റെഡ് എവിടെ തുടങ്ങി അവിടെ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ അവിടെ വന്ന് നിൽക്കുന്നത്. ഇപ്പോൾ നോർമലി ഇപ്പോൾ ഒരു ഒറ്റക്ക് ട്രേഡ് ചെയ്യുന്ന വ്യക്തി ആവാം, ഈ റെഡൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അയ്യോ മാർക്കറ്റ് ഡൗൺ ആയി എന്നും പറഞ്ഞുകൊണ്ട് നേരെ പിയിൽ കയറിയിരിക്കും. അപ്പോൾ നേരെ പി വരുന്നു.
അപ്പോൾ പിന്നെ 196 ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ സിയിൽ കയറിയിരിക്കും. അങ്ങനെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. മാർക്കറ്റിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ പെരുമാറണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ക്ലച്ച് പിടിച്ച് പോവാം. എന്ന് വെച്ചിട്ട് ഈ വീഡിയോ കാണുന്ന കംപ്ലീറ്റ് ആൾക്കാരും ലൈവിലേക്ക് വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ട്രേഡിങ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ കാണാത്തത് ചിലപ്പോൾ ഞാൻ കാണുന്നുണ്ടാവാം, ഞാൻ കാണാത്തത് ചിലപ്പോൾ മറ്റുള്ളവർ കാണുന്നുണ്ടാവാം. അപ്പം നമ്മൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ അടിയുറച്ച് വിശ്വസിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ചിലർക്ക് തോന്നും ലൈവിലേക്ക് വരാമെന്നൊക്കെ തോന്നും. പക്ഷെ അതൊരു വലിയ യാത്രയാണ്. 5-6 മാസമൊക്കെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കൂടെ നിൽക്കാനും എന്ത് ത്യാഗവും സഹിച്ച് കൂടെ നിൽക്കാനും തയ്യാറുള്ളവർ മാത്രം ലൈവിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. ഇപ്പോഴത്തെ ഒരു വീഡിയോ കണ്ടിട്ട് എന്നാൽ നാളെ തൊട്ട് ഞാൻ ലൈവിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് നിന്നാലാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. എനിവേ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. RSIയുടെ ക്രോസ് ഓവർ കിട്ടട്ടെ. എനിവേ നമ്മൾ പറഞ്ഞത് ക്രോസ് ഓവർ ആയി എന്നും പറഞ്ഞിട്ട് കയറി കഴിയുമ്പോൾ ചിലപ്പോൾ അത് വിടർന്നൊക്കെ പോകാം. മുമ്പ് നമുക്ക് ഒരുപാട് പണിയൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ SMA താഴത്തോട്ട് ക്യാൻഡിൽ പോയിട്ടോ റിവേഴ്സ് ആവുകയാണെങ്കിൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ലോ ബ്രേക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ റീ എൻട്രി എടുക്കാം. അതിൻ്റെ ക്യാൻഡിൽ 192 സ്റ്റോപ്പ് ലോസ് കയറ്റി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞത് എന്താ, SMA ഒരു പിൻബാർ പോലെ വരാം. അതിനുശേഷം മാർക്കറ്റ് മൂവായോ പൊക്കത്തോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കിയേ, ഇത് ഏകദേശമൊക്കെ ഒരു പിൻബാറാണ്. SMA സപ്പോർട്ട് എടുത്തുകൊണ്ടുള്ളൊരു പിൻബാറാണ് ഫോം ചെയ്തത്. പക്ഷെ അതിൽ നമുക്ക് താഴത്തുനിന്നോ അല്ലെങ്കിൽ 187 ഒരു എൻട്രി കിട്ടിയാലും 10 പോയിൻ്റാണ്. ഈ 10 പോയിൻറ്റിൽ പക്ഷെ അത് കയറ്റി വെക്കണം. കാരണം നിലവിലുള്ള ക്യാൻഡിന് ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് വിശ്വാസമില്ലാത്തൊരു ഗ്രീനാണ് ഈ വന്നിരിക്കുന്നത്. അപ്പം അത് പ്രീവിയസ് ഈ ഒരു ലെങ്തി ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത സിംഗിൾ ക്യാൻഡിൽ 207 പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രേക്കൗട്ട് കിട്ടി എവിടം വരെ പോകാം. ബ്രേക്കൗട്ട് മുകളിലോട്ട് കിട്ടിയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണം. 192 താഴത്തോട്ട് വരാൻ പാടില്ല അടുത്ത ക്യാൻഡിൽ. അപ്പോൾ എന്തായിരിക്കും കണക്കൂട്ടൽ? 198. നെക്സ്റ്റ് പിയുടെ ക്യാൻഡിൽ 198 വരണം. അതായത് 2 പോയിൻ്റ് ഇവിടെ മൂവ് കിട്ടിയാൽ ഇവിടെ 3 പോയിൻ്റോ 4 പോയിൻ്റോ കിട്ടും. ഇത് തമ്മിൽ ടാലി ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു ചാർട്ട് വെച്ചിട്ട്. അതായത് പിയുടെ അടുത്ത ലോ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ 198 ആണ്. ആ 198 പി വരികയാണെങ്കിൽ ആ 198 പി മുട്ടുന്ന അതേ സ്ഥാനത്ത് സിയുടെ ഹൈ എവിടെ നിൽക്കണമെന്ന് നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ 198 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് പി പിന്നെ 177 വരുള്ളൂ. അപ്പോൾ 177 വരുമ്പോഴായിരിക്കും മേ ബി ചിലപ്പോൾ സി 207 പോകണത്. അതിനെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്തിടത്തോളം കാലം 187 ലോ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മളെപ്പോഴും സി ഹോൾഡ് ചെയ്യാനും. നമ്മൾ രാവിലെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴത്തോട്ട് വന്നു. പിന്നെ അവിടെ നിന്നൊരു റീടെസ്റ്റ് മുകളിലോട്ട് പോയി. ആ റീടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇനി ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് സ്മൂത്തായിട്ട് താഴത്തോട്ട് വരും, സി കയറത്തുള്ളൂ. കാരണം പൊതുവേ മിക്കവരും പറയുന്നത് ഒരു ബ്രേക്ക് ഔട്ട്, ഒരു റീടെസ്റ്റ്, പിന്നെ കണ്ടിന്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വരത്തുള്ളൂ. ശരിക്കും അത് നമുക്ക് പൂർണ്ണമായിട്ട് 100% വിശ്വസിക്കാമാണെന്നുണ്ടായിരുന്നെങ്കിൽ പ്രീവിയസ് റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ക്ലിയർ ചെയ്യണമായിരുന്നു. അത് ക്ലിയർ ചെയ്യാത്തടത്തോളം കാലം ബ്രേക്കൗട്ട് ആവോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് 50-50 ചാൻസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് പിൻബാർ SMA സപ്പോർട്ട് എടുത്തപ്പോൾ എവിടെ നിന്ന് എൻട്രി കിട്ടിയോ അതിൻ്റെ തൊട്ട് മുകളിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കണം. കാരണം ഈ ഗ്രീൻ ക്യാൻഡിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ക്യാൻഡിലാണ്. ഒരു ഡൗൺ ഏത് നിമിഷവും ഉണ്ടാവാം. അത് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം നമ്മൾ സി ഹോൾഡ് ചെയ്യാനും. ചിലപ്പോൾ ക്ലിയർ ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ടൊക്കെ പോയിക്കൂടായികയില്ല. എപ്പോഴും നമുക്കൊരു ഒരു സൂചനയാണ് ഒരു ക്യാൻഡിൽ നമുക്ക് തരുന്നത്. ഏത് നിമിഷവും ചിലപ്പോൾ തിരിച്ചു വരാം. അത് ഇന്നാവാം, നെക്സ്റ്റ് ക്യാൻഡിലാവാം, ചിലപ്പോൾ അടുത്തൊരു 10 ക്യാൻഡിൽ കഴിഞ്ഞിട്ടാവാം, ചിലപ്പോൾ നാളെ ആവാം. പക്ഷേ എങ്കിലും നമ്മൾ അവിടെ ഒരു കെയർ എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്.
ഒരു ഫസ്റ്റ് എയ്ഡ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതായത് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഡോജി ക്യാൻഡിൽ വന്നപ്പോഴേ നമ്മൾ പറഞ്ഞാണ് അടുത്ത റെഡ് ക്യാൻഡിൽ SMA ഒരു പിൻ ബാർ സപ്പോർട്ട് എടുക്കുന്ന ക്യാൻഡിലായിരിക്കും. അപ്പോൾ ഈ റെഡ് കാണുമ്പോൾ മാക്സിമം ആൾക്കാരും അവിടെ ഇട്ടിട്ട് അവരവരെ പാട്ടിന് പോകും. മാർക്കറ്റ് തിരിച്ച് 207 പോകും. അതായത് PE 198 വരുന്ന മുറയ്ക്ക് ആദ്യത്തെ റിജക്ഷൻ. മാർക്കറ്റ് ഇപ്പോഴും നിൽക്കുന്നത് 201 5, 10, 15, 20 മിനിറ്റ് മുമ്പേ നമ്മുടെ എൻട്രി ഓൾറെഡി എക്സിറ്റ് ആയതാണ്. ഈ കിടന്നിട്ടുള്ള ഫ്ലക്ച്വേഷൻസിൽ കുടുങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഓൾറെഡി ആ ഭാഗത്ത് എക്സിറ്റ് ആയതിൻ്റെ റീസൺ. പിൻബാർ സപ്പോർട്ടിൽ ഒരു താഴത്തോട്ടൊന്ന് വരും, അത് കഴിഞ്ഞിട്ട് തിരിച്ച് മുകളിലോട്ട് കയറും. ഇപ്പോൾ ഞാൻ ഒറ്റക്കൊക്കെയാണ് ഒരു ട്രേഡ് എടുക്കുന്ന സമയം എന്നുണ്ടെങ്കിൽ ഞാൻ 182 184 ഞാനൊരു എൻട്രിയൊക്കെ ലോട്ട് സൈസ് കൂട്ടിയെടുത്തിട്ട് അത് ഈ ലെവലിലേക്കൊക്കെ എത്തുമ്പോൾ പകുതി കൊടുക്കും. ബാക്കി പകുതിയുള്ളത് 2 പോയിന്റ് കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് അങ്ങനെ നിൽക്കും. കാരണം ഈ RSI ക്രോസ് ഓവർ ചെയ്ത് ഗ്രിഡിലേക്ക് കയറുന്നത് വരെ നിൽക്കും. അപ്പോൾ 204, 204.60, 207.20 അപ്രോക്സിമേറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ 198 ടച്ച് ചെയ്യുന്ന ആ മുറയ്ക്ക് എവിടെയാണോ C നിൽക്കുന്നത് അവിടെ ആയിരിക്കും ആദ്യത്തെ റിജക്ഷൻ പോയിന്റ്. അത് ചിലപ്പോൾ 207 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പുറത്ത് 198 ഹിറ്റ് ചെയ്തു. ഇനി 198 ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 181 അതായിരിക്കും അടുത്ത മൂവ്മെൻറ്റ്. അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് തിരിച്ചു മുകളിലോട്ട് PE മൂവ് ചെയ്യും 198 നിന്ന്. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 207 എത്തിക്കണമെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അത് ഓൾറെഡി ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പരസ്പരം ഈ വൈറ്റ് ഡോട്ട്, ഇവിടുത്തെ ലോവർ, ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഇതൊന്നും കിട്ടത്തില്ല. ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നും അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മൾ അന്ന് ആ ഗ്രൂപ്പിലേക്ക് വായോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ലൈവിലേക്ക് വരത്തുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഇതിൽ കൂടുതൽ അക്യുറസി ആയിട്ടുള്ളൊരു വ്യൂ. അപ്പം നമ്മളെന്താ പറഞ്ഞേ, 207 മാർക്കറ്റ് എത്തണം. നമ്മളെവിടെ ഇറങ്ങിയേ? 201, ഒരു 5 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. അപ്പോൾ കറക്റ്റ് മാർക്കറ്റ് 198 റിവേഴ്സായി. അപ്പോൾ 198 എടുത്താലും 8 പോയിൻറ്റാണ്. അത് കോസ്റ്റ് ടു കോസ്റ്റ് വെച്ചിട്ട് കയ്യും കെട്ടി നോക്കിയിരിക്കുക. ഒന്നെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് അടിക്കട്ടെ, ഇല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ച് അങ്ങോട്ട് പോട്ടെ. അറ്റ്ലീസ്റ്റ് ഒരു 220 വരെയെങ്കിലും പോട്ടെ. അപ്പോൾ നമ്മൾ 207.20 വരച്ചു വെച്ചു. നിലവിലെ ക്യാൻഡലിൻ്റെ ഹൈ എത്രയാണ്? 207. റൗണ്ട് ചെയ്ത് 207, ഇപ്പുറത്ത് റൗണ്ട് ചെയ്ത് 197. പക്ക സപ്പോർട്ട്, പക്ക റിജക്ഷൻ. നമ്മൾ പറഞ്ഞ് എഴുതി വെച്ച പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 26 മിനിറ്റായി. അപ്പോൾ നമ്മൾ ആവറേജ് ചെയ്തത് തിരിച്ച് പ്രോഫിറ്റിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ പേടിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആവറേജിങ് വളരെ നല്ലൊരു ആയുധമാണ്. പക്ഷെ ഞാൻ ആവറേജ് ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ള സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ്, എൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ്. ഞാൻ ഈ ആവറേജ് ചെയ്യുന്ന കണ്ടുകൊണ്ട് വീഡിയോ കാണുന്നവർ ചുമ്മാ ആവറേജ് ചെയ്ത് കഴിഞ്ഞാൽ ഫണ്ട് വാഷ് ഔട്ടായി പോകത്തേ ഉള്ളൂ. അതിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഇല്ല. അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി പഠിച്ചാലാണ് എൻ്റെ ആവറേജിങ് കൊണ്ട് ഗുണമുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ചിരുന്ന് ചെയ്യാം. എന്നാലും ആരും വരില്ല. അപ്പോൾ ആർക്കും സമയമില്ല. അപ്പോൾ നമ്മളെന്താണ് പറഞ്ഞത്? 207 എന്നുള്ള റിജക്ഷൻ. ആ റിജക്ഷൻ കറക്റ്റ് 198 എൻട്രി. 198 എൻട്രി എടുത്തിട്ട് ഒരു പോയിന്റ് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. അവിടെ കിടക്കട്ടെ എന്ന് വെച്ചേക്കുക. അപ്പോൾ അതെന്തായാലും എവിടം വരെ വരും? ഈ ഒരു റെഡ് ക്യാൻഡിൽ 220 പറഞ്ഞു വെച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു വെച്ചിട്ട് പോയേക്കണതാണ്. അപ്പോൾ 215 റിജക്ഷൻ ഉണ്ട്. ആ 215 ബ്രേക്ക് ചെയ്താൽ 220, അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ 230 240. അത് ആ വഴിക്ക് അങ്ങ് പൊക്കോട്ടെ. അപ്പോൾ വീഡിയോ എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. അക്യുറേറ്റ് എൻട്രി, സ്റ്റോപ്പ് ലോസ് അടിക്കുകയോ അടിക്കാതിരിക്കുകയോ സെക്കൻഡറി. RSI കറക്റ്റ് ക്രോസ് ഓവർ, കറക്റ്റ് സപ്പോർട്ട്, ഇവിടെ കറക്റ്റ് വെള്ള ഡോട്ടിൽ റിജക്ഷൻ. 215 മേളിലോട്ട് പോകണം കേട്ടോ, മൂവ് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ. അപ്പോൾ അതൊരു റിവേഴ്സൽ സ്ട്രാറ്റജിയാണ്. ആ 198 ഒരു എൻട്രി എടുത്താൽ 8 ഇപ്പോൾ എത്രയേ? 12 പോയിൻറ്റ്. 10 ലോട്ടിലാണെങ്കിൽ
7,500 സിംഗിൾ ക്യാൻഡിലെ മൂവ്മെൻറ്റ്. അങ്ങനെ നമുക്ക് കാത്തു കെട്ടിയിരുന്ന് ട്രേഡ് എടുക്കാൻ പറ്റും, പറ്റായികയൊന്നുമില്ല. അപ്പോൾ നമ്മൾ അത്രയധികം ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കണം. ആ ഒരു ലെവൽ വന്നാൽ എടുക്കൂ എന്നുള്ളൊരു ഡിസിപ്ലിനും കൂടെ ഉണ്ടെങ്കിൽ അതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് നേരെ തിരിച്ച് വീണ്ടും താഴത്തോട്ട് വരുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കഴിഞ്ഞു കേട്ടോ, ഇതൊക്കെ വെറുതെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ റെഡ് ഡോട്ടിൽ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് തിരിച്ച് മാർക്കറ്റും റിവേഴ്സ് ആയത്. മാർക്കറ്റ് ഇനി മുകളിലോട്ടൊക്കെ പോകാനുണ്ട്, എത്രത്തോളം പോട്ടെ, നമ്മളത് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് കിട്ടി, നമ്മൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ലീവ് ചെയ്യുന്നു. 2:30 വരെ വെറുതെ ഇരിക്കുന്നു, വല്ല ടി വിയോ ഒക്കെ കണ്ടിരിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ നമുക്ക് PNL മറ്റുള്ളവരുടെയൊക്കെ ഒന്ന് കണ്ടേക്കാം. ഓക്കെ, 1128, 2351, 1008, 888. ഇനി കുറച്ച് പേരുടെ ഹോൾഡിംഗ് ഒക്കെ ഉണ്ട്, അത് വഴിയേ വരും. എങ്കിലും ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും PNL ഒക്കെ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, പഠിക്കാം, അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.